വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ എ റോബോട്ട് വിത്ത് വൈറസ് ആണ്. ഇതിൽ ഡോർവേയിൽ റോബോട്ട്സിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം? റോബോട്ടുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണ ജോലികൾ എന്തൊക്കെയാണ്? ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? വീട്ടുജോലികളിൽ സഹായിക്കുന്ന റോബോട്ടുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു റോബോട്ടിനെ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അതിനെക്കൊണ്ട് എന്തൊക്കെ ജോലികൾ ചെയ്യിപ്പിക്കും? അടുത്തത്, ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് സർവീസ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ പറ്റി, ഉപകരണങ്ങളെ പറ്റി ലിസ്റ്റ് ചെയ്യുക. പുതിയതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റി ലിസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ആ റോബോട്ട് വിത്ത് എ വൈറസ് എഴുതിയിരിക്കുന്നത് പെട്രോ പാബ്ലോ സക്രിസ്റ്റാൻ ആണ്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. അത് വളരെ തെളിച്ചമുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ സമയമാണ്. സൺലൈറ്റ് സ്ട്രീറ്റുകളിൽ ഡാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ എല്ലായിടത്തും പതിയുന്നുണ്ട്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വീടുകളുടെ മേൽക്കൂരയിൽ ഇത് വളരെ വർണ്ണങ്ങളൊക്കെ വിരിയിക്കുന്നു. അതായത് സൂര്യരശ്മികളുടെ ആ ഒരു നിറമാണ് പറയുന്നത്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. അവിടുത്തെ വായു എന്ന് പറയുന്നത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു വായുവാണ്. അതായത് നല്ല ഒരു ദിവസമായിരുന്നു അത്. ദ സൺബീംസ് പീപ്ഡ് ഇൻടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള റിക്കി എന്ന് പറയുന്ന കുട്ടിയാണ് ഈ കഥയിലെ ഹീറോ. അവന്റെ മുറിയിലേക്ക് സൂര്യരശ്മികളൊക്കെ എത്തി നോക്കുന്നുണ്ട്. പീപ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുന്നു, സൂര്യരശ്മികൾ എത്തുന്നുണ്ട്. അവൻ ഇപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. അതായത് നേരം വെളുത്തിട്ടും എണീറ്റിട്ടില്ല. റിക്കി lived in a lovely futuristic house which had everything you can ever want. റിക്കി താമസിക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, അതായത് മോഡേൺ ഗാഡ്ജറ്റുകളൊക്കെ ധാരാളമുള്ള, ഭാവിയിൽ ഉപകാരമുള്ള അല്ലെങ്കിൽ ഭാവിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ ധാരാളമുള്ള ഒരു വീടാണത്. വളരെ മനോഹരമായ ഒരു വീടാണ്. അവിടെ എന്താഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചു കിട്ടും. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദിസ് പ്ലേസ്. പക്ഷെ അവനൊരു മടി പിടിച്ച ഒരു കുട്ടിയാണ്. അവൻ അവൻ്റെ സാധനങ്ങളെല്ലാം എപ്പോഴും വാരി വലിച്ച് അവിടെയും ഇവിടെയും ഒക്കെ ഇടും. His mother had to collect his belongings from all corners of the house. അവൻ്റെ അമ്മയ്ക്ക് എപ്പോഴും അവൻ്റെ സാധനങ്ങൾ പെറുക്കി വെക്കാനേ സമയമുള്ളൂ. His mother, who was the manager of a bank, left in the morning for work. അമ്മ ഒരു ബാങ്ക് മാനേജറാണ്. രാവിലെ തന്നെ അമ്മ ജോലിക്കായിട്ട് പോവും. She always had work for Ricky. പക്ഷെ ഇത് കൂടാതെ അമ്മ എപ്പോഴും റിക്കിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം റിക്കിക്ക് ഒന്നും അടുക്കി പെറുക്കി വെക്കുന്ന ഒരു ശീലം ഇല്ല. എല്ലാം വാരി വലിച്ച് അവിടെയും ഇവിടെയും ഇടും. അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും ഇത് പെറുക്കി വെക്കലാണ് ജോലി. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദി സ്റ്റഡി റൂം. അമ്മ അവനോട് പറയും സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിലാണ് വെക്കേണ്ടത്. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദി വാഷിംഗ് മെഷീൻ. നിന്റെ ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടണം. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിന്റെ ടിഫിൻ ബോക്സ് വാഷ് ചെയ്യണം. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. എപ്പോഴും അമ്മ ഇങ്ങനെ അവനോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കണം, അതുപോലെ ടിഫിൻ ബോക്സ് ഒക്കെ നന്നായി കഴുകി വെക്കണം എന്നൊക്കെ പറയും. പക്ഷേ റിക്കി ഇതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ സമയത്തും കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. Ricky didn't help much around the house, but he was as excited as his parents when they bought the latest model of a butler robot. റിക്കി വീട്ടിൽ അങ്ങനെ വലിയ ജോലികളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഒരു ദിവസം റിക്കിയുടെ പേരൻസ് ഒരു ബട്ട്ലർ റോബോട്ട് എന്ന് പറയുന്ന ഒരു മെയിൽ സെർവൻറ്റിനെ പോലെ ഉപയോഗിക്കാവുന്ന ഒരു റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ സന്തോഷവാനായി മാറി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അത് എത്തിച്ചേർന്ന ഉടനെ, റോബോട്ട് വീട്ടിൽ എത്തിച്ചേർന്ന ഉടനെ, ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്.
But the most important work it did was picking up Ricky's clothes from the floor. ആ റോബോട്ട് വീട്ടിൽ എത്തിച്ചേർന്നതും അത് കുക്ക് ചെയ്യാനും അയൺ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിക്കി അവിടെ ഇവിടെയൊക്കെ ഊരി വലിച്ചെറിയുന്ന ടീഷർട്ടുകളും ഡ്രസ്സുകളും ഒക്കെ അത് പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പൊ അമ്മയുടെ ജോലി കുറച്ചുകൂടി ഈസിയായി. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. അത് ആ റോബോട്ട് വീട്ടിൽ എത്തിച്ചേർന്നതിന്റെ ആദ്യത്തെ ദിവസം റിക്കി കിടക്കാനായിട്ട് പോകുമ്പോൾ ബെഡ്റൂം എന്നും ഉള്ളതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെറിബിൾ ആയിട്ടുള്ള ഒരു ഭീകരമായ അവസ്ഥയിലാണ്. അതായത് എല്ലാം വാരി വലിച്ചിടും, ഫ്ലോറിലൊക്കെ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ഡ്രസ്സുകളും ഒക്കെ ഇടും. അപ്പൊ അങ്ങനെ ആകെപ്പാടെ അലങ്കോലമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു അന്ന് രാത്രിയിൽ ആ ബെഡ്റൂം ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവ് പോലെ. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, പക്ഷേ റിക്കി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ആ ബെഡ്റൂം വളരെ ക്ലീൻ ആയി മാറിയിരുന്നു. ആരാണ് ചെയ്തത്? ആ റോബോട്ട് അതൊക്കെ ക്ലീൻ ചെയ്തു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. റിക്കി അത്ഭുതപ്പെട്ടു. അത്ഭുതത്തോടെ പറഞ്ഞു, എത്ര ഭംഗിയായിട്ടാണ് എൻ്റെ റൂം കാണപ്പെടുന്നത്. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. Ricky couldn't find his favorite t-shirt nor his favorite football. യഥാർത്ഥത്തിൽ ആ റൂം വളരെ ക്ലീൻ ആയി മാറി. അപ്പോൾ റിക്കി ഏറ്റവും പ്രിയപ്പെട്ട ടീഷർട്ടും ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോളും ഒക്കെ തപ്പി നോക്കി. പക്ഷെ അത് അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും പ്രിയപ്പെട്ടതായാലും റിക്കി അതൊക്കെ തറയിലാണ് ഇടുന്നത്. റോബോട്ട് അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തു. Ma, where is my t-shirt? Where is my ball? He pestered his mother. അമ്മയോട് റിക്കി എന്ന് ചോദിച്ചു, എൻ്റെ ടീഷർട്ട് എവിടെ, എൻ്റെ ബോൾ എവിടെ? ഇതൊക്കെ റിക്കി അന്വേഷിക്കാനായിട്ട് ആരംഭിച്ചു. പെസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ അനോയിഡ് അല്ലെങ്കിൽ ട്രബിൾഡ് എന്നൊക്കെയാണ്, ശല്യപ്പെടുത്തി, ഉപദ്രവിച്ചു എന്നൊക്കെ അർത്ഥം. ഇവിടെ റിക്കി അമ്മയെ എൻ്റെ ഫുട്ബോൾ എവിടെ, എൻ്റെ ടീഷർട്ട് എവിടെ എന്ന് ചോദിച്ച് ശല്യപ്പെടുത്തി. He could not find his things even after he had searched up and down. കുറേ നേരം മുകളിലും താഴെയും ഒക്കെ തപ്പിയെങ്കിലും റിക്കിക്ക് തന്റെ വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല. അവസാനം റിക്കി തന്നോട് തന്നെ ചോദിച്ചു. He asked himself, where could they have gone? എവിടെയായിരിക്കും ഇതൊക്കെ പോയിട്ടുണ്ടാവുക? However much he searched during the day, those two items did not reappear. ആ ഒരു ദിവസം മുഴുവൻ തപ്പിയെങ്കിലും ആ ടീഷർട്ടും ഫുട്ബോളും കണ്ടെത്താനായില്ല. And the same was to happen with other things too. ഈ സംഭവിച്ചത് തന്നെ റിക്കിയുടെ മറ്റു പല വസ്തുക്കൾക്കും സംഭവിക്കാൻ തുടങ്ങി. കാരണം തറയിലിടുന്നൊന്നും കാണുന്നില്ല. റിക്കി cast a suspicious eye on the gleaming butler robot. Cast a suspicious eye. Suspicion എന്ന് പറഞ്ഞാൽ എന്താ? സംശയം. അപ്പൊ റിക്കിക്ക് ആ ഗ്ലീമിങ് എന്ന് പറഞ്ഞാൽ വളരെ തിളക്കമുള്ള ആ ഒരു റോബോട്ടിന്റെ മുകളിൽ സംശയമായി. റോബോട്ടാണോ ഇനി ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നതെന്ന് റിക്കിക്ക് സംശയമായി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. ഇത് അവന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹി തോട്ട്. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദി റോബോട്ട്. ഹി ഹാച്ച്ഡ് എ പ്ലാൻ. ഹാച്ച്ഡ് എ പ്ലാൻ എന്ന് പറഞ്ഞാൽ മെയ്ഡ് എ പ്ലാൻ, ഒരു പ്ലാന് ഉണ്ടാക്കി. ടു സ്പൈ ഓൺ ദി റോബോട്ട്. സ്പൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ അറിയാതെ മറ്റൊരാളെ നിരീക്ഷിക്കുക, ഒരു ചാരപ്പണി എന്നൊക്കെ പറയും. അപ്പം റോബോട്ടിനെ അവൻ അറിയാതെ നിരീക്ഷിക്കാൻ ഒരു പദ്ധതി റിക്കി തയ്യാറാക്കി. ആൻഡ് ബിഗാൻ ഫോളോവിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അപ്പോൾ തന്നെ ആ റോബോട്ടിന്റെ പുറകെ നടക്കാൻ തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ റോബോട്ടിനെ റിക്കി കയ്യോടെ പിടികൂടി. റിക്കിയുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഡ്രസ്സ് അത് തറയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, റിക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് റോബോട്ട് ഇതാണ് ചെയ്യുന്നതെന്ന് റിക്കി കണ്ടുപിടിച്ചു. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ റോബോട്ടിന്റെ പുറകെ പോയി. എന്താണ് ഈ ഡ്രസ്സും കൊണ്ട് അവൻ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദി സ്റ്റോർ റൂം. റോബോട്ട് ആ ടീഷർട്ട് വളരെ നീറ്റായിട്ട്, വളരെ വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ മടക്കി വെച്ചു. ടീഷർട്ട് വളരെ വൃത്തിയായിട്ട് അവിടെ ഒരു കൂമ്പാരം ഡ്രസ്സ് ഇരിപ്പുണ്ട് സ്റ്റോർ റൂമിൽ, അതിന് മുകളിലായിട്ട് വെച്ചു. പൈൽ ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന്റെ ഒരു കൂമ്പാരം, ഒരു കൂട്ടം എന്നാണ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ അടുക്കി വെച്ചു. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇപ്പോൾ എടുത്ത ടീഷർട്ടും
റോബോട്ട് മടക്കി വെക്കുന്നു. Off he went, running to his parents. Father, this butler robot is faulty. He has filched my things. ഇത് കണ്ടതും റിക്കി പേരൻസിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, ഈ റോബോട്ടിന് മിസ്റ്റേക്ക് ഉണ്ട്, ഇവന് ഒരു മോശം ആളാണ്. ഫോൾട്ടി എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക്. ഹി ഹാസ് ഫിൽച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ചെയ്യുക, മോഷ്ടിക്കുക. ഇവൻ എൻ്റെ വസ്തുക്കളൊക്കെ മോഷ്ടിക്കുന്നു. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. റോബോട്ടൊക്കെ ഒരു പ്രോഗ്രാമിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ നമ്മളെപ്പോലെ സ്വയം ചിന്തിച്ചല്ല ചെയ്യുന്നത്. അപ്പം അതിനകത്ത് അത് നിർമ്മിക്കുന്ന സമയത്ത് എഞ്ചിനീയേഴ്സ് അതിനകത്ത് ഒരു പ്രോഗ്രാം ചെയ്തു വെക്കുകയാണ്. അപ്പം റിക്കി അച്ഛനോട് പറയാണ്, ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ഇവനെ മോശമായിട്ടാണ് അവർ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. അവനെ നമുക്ക് തിരിച്ചയക്കണം. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അച്ഛൻ അല്ല എന്നുള്ള അർത്ഥത്തിൽ തല കുലുക്കി. അതായത് എന്നിട്ട് പറഞ്ഞു, അബ്സല്യൂട്ട്ലി നോട്ട്, നീ പറഞ്ഞത് തെറ്റാണ്, പൂർണ്ണമായിട്ടും തെറ്റാണ്. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. റിക്കിയുടെ ഫാദർ ഒരു റോബോട്ടിക്സിന്റെ എക്സ്പേർട്ടാണ്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദി ന്യൂ ബട്ട്ലർ. അദ്ദേഹത്തിന് ഈ ന്യൂ ബട്ട്ലർ റോബോട്ടിന്റെ കാര്യത്തിൽ വളരെ സന്തോഷമാണുള്ളത്. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. അതായത് അവൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം റിക്കിയുടെ ഫാദറിന് സംതൃപ്തിയാണ്. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. അത് ഒരു ഡ്രീം ഹാപ്പൻ ആയതുപോലെയാണ്, അല്ലെങ്കിൽ കം ട്രൂ ആയതുപോലെയാണ്, ഒരു സ്വപ്നം നിറവേറിയതുപോലെയാണ് അവൻ്റെ അച്ഛന് തോന്നുന്നത്. പക്ഷെ റിക്കി തൻ്റെ പോയിന്റിൽ ഉറച്ചു നിന്നു, എതിർത്ത് തന്നെ നിന്നു. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. അവനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഗെറ്റ് റിഡ് ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ അവനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോവ്ഡ്. ഹീറ്റഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൂട് പിടിച്ച ചർച്ച. അതായത് അച്ഛനും മകനും തമ്മിൽ ഒരു തർക്കം നടന്നു. അതിങ്ങനെയാണ്, ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അച്ഛൻ പറയുന്നു, റോബോട്ട് എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു ഉപകരണമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നതെന്ന് നോക്കൂ. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അവൻ കൂടുതൽ ഉപദ്രവമാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്ക് തെറ്റിപ്പോയി റിക്കി, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. റിക്കി, ഐ കാണ്ട് എഗ്രി വിത്ത് യു, എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റിക്കി പറയുകയാണ്, എനിക്ക് അച്ഛൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ അച്ഛനോട് യോജിക്കുന്നില്ല. റോബോട്ടിനെ നന്നായിട്ട് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം ആയിട്ടാണ് മാറുക. അപ്പൊ റിക്കിയുടെ അഭിപ്രായത്തിൽ ഈ റോബോട്ടിന്റെ പ്രോഗ്രാം തെറ്റാണ്. Ricky kept on complaining to his parents about the robot hiding things. ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കുക. അപ്പൊ ഇവിടെ റോബോട്ട് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ റിക്കി ഇങ്ങനെ കംപ്ലൈന്റ് പറയാനായിട്ട് തുടങ്ങി പേരൻസിനോട്. ദാറ്റ് outweighed whatever useful things he did. എന്തൊക്കെ ഉപയോഗമുള്ള കാര്യങ്ങൾ റോബോട്ട് ചെയ്താലും ഈ സാധനങ്ങൾ ഹൈഡ് ചെയ്യുന്നത് റിക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല. One day, the robot who was wearing past heard the boys' complaints. ഒരു ദിവസം ആ റോബോട്ട് ഇങ്ങനെ സ്പീഡിൽ ചുറ്റിത്തിരിയുകയായിരുന്നു. റാപ്പിഡ് മോഷനാണ് വേറിംഗ് എന്നതിൻ്റെ അർത്ഥം. അതായത് സ്പീഡിൽ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് റോബോട്ട് നടക്കുമ്പോൾ ഈ റിക്കി പറയുന്ന കംപ്ലൈൻറ്റ്സ് ഒരു ദിവസം റോബോട്ട് കേട്ടു. The robot returned with a pair of Ricky's shoes and some of his clothes. കേട്ട ഉടനെ റോബോട്ട് റിക്കിയുടെ ഒരു ജോഡി ഡ്രസ്സും ഷൂസുമായിട്ട് തിരിച്ചു വന്നു. Here, sir, I did not know it was bothering you, said the butler in his metallic voice. Bothering എന്ന് പറഞ്ഞാൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ശല്യമാകുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഈ സാധനങ്ങൾ എടുത്തോളൂ എന്ന് റോബോട്ട് അതിൻ്റെ മെറ്റലിക് വോയിസിൽ പറഞ്ഞു. മെറ്റലിക് എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ്റെ ശബ്ദം പോലെ, മനുഷ്യ ശബ്ദം പോലെ അല്ലല്ലോ റോബോട്ടിന്റെ ശബ്ദം. How could it not, you thief? You have been nicking my stuff for weeks. റോബോട്ടിനോട് റിക്കി പറഞ്ഞു, എന്തുകൊണ്ട് എന്നെ വിഷമിപ്പിക്കുന്നില്ല? നീ എൻ്റെ സാധനങ്ങളെല്ലാം ആഴ്ചകളായിട്ട് മാറ്റി മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ അത് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തീഫ് എന്നാൽ കള്ളൻ എന്നാണ് റോബോട്ടിനെ വിളിച്ചത്. I had seen your things lying scattered on the floor. I thought that you did not need them. I am programmed to collect
all that is not wanted. At night, I send them to places where other humans can use them. അപ്പോൾ റോബോട്ട് പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങളെല്ലാം ലൈങ് സ്കാറ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പലയിടത്തായിട്ട് വിതറിയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സാധനങ്ങളെല്ലാം തറയിൽ ഓരോ സ്ഥലത്തായിട്ട് ഇട്ടിരിക്കുകയാണ്. എന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ്. തറയിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വസ്തുക്കളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാനത് കളക്ട് ചെയ്തു. രാത്രിയിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന, അതായത് ഈ വസ്ത്രങ്ങളൊക്കെ വേണ്ട ധാരാളം ഹ്യൂമൻ ബീയിങ്സ് ലോകത്തുണ്ട്. അപ്പൊ അവരുടെ സ്ഥലത്തേക്ക് ഞാനിത് അയച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് റോബോട്ട് ഇതൊക്കെ വൃത്തിയായിട്ട് അടുക്കി വെക്കുന്നത് സ്റ്റോർ റൂമിൽ. നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്ന് കരുതി പല സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞിടുകയാണ്. എന്നാൽ അതുപോലും വാങ്ങിക്കാൻ കഴിയില്ലാത്ത ധാരാളം മനുഷ്യര് ഈ ലോകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് റോബോട്ട് ഇത് സൂക്ഷിച്ചു വെക്കുന്നു. I am a maximum efficiency machine. Were you unaware of it? The robot said with a certain pride. Pride എന്ന് പറഞ്ഞാൽ അഭിമാനം. അപ്പൊ ഇവിടെ വളരെ അഭിമാനത്തോടെ റോബോട്ട് പറഞ്ഞു, ഞാനൊരു മാക്സിമം എഫിഷ്യൻസി റോബോട്ടാണ്, നിങ്ങൾക്കത് അറിയില്ലേ? ഞാൻ മാക്സിമം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു റോബോട്ടാണ്, നിങ്ങൾക്കത് അറിയാൻ പാടില്ലേ? റിക്കി വാസ് അഷെയിംഡ് എന്ന് പറഞ്ഞാൽ നാണം കിട്ടു. He had spent all his life treating things as though they were useless. റിക്കിയുടെ ജീവിതത്തിൽ എപ്പോഴും റിക്കി ഒരു വസ്തുക്കളും വലിയ ആവശ്യമില്ല എന്നുള്ള മട്ടിലാണ് ഉപയോഗിക്കുന്നത്. കാരണം റിക്കിക്ക് എല്ലാ സാധനങ്ങളും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട്. He cared for nothing. അവനൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. Yet there were many people in the world who would have been delighted to have Ricky's things. ഈ ലോകത്ത് റിക്കി ഇങ്ങനെ കളയുന്ന സാധനങ്ങൾ കിട്ടിയാൽ പോലും സന്തോഷിക്കാൻ പറ്റുന്ന ധാരാളം ആൾക്കാരുണ്ട്. റിക്കിയെ പോലെ ജീവിക്കാൻ പറ്റാത്ത ധാരാളം കുട്ടികൾ ലോകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ധാരാളം കുട്ടികൾ ലോകത്തുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത്, ഈ റോബോട്ട്. Unlike him, they would have taken good care of them too. ഇങ്ങനെ റിക്കി വലിച്ചെറിയുന്ന വസ്ത്രങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ വളരെ കാര്യമായിട്ട് അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. He realized that the robot was neither broken nor misprogrammed. Rather, it had been programmed extremely well. റിക്കിക്ക് മനസ്സിലായി, ഈ റോബോട്ടിനെ തെറ്റായിട്ടല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇതിനൊരു കുഴപ്പവുമില്ല. അത് തന്നെയല്ല, ഇത് വളരെ മനോഹരമായിട്ട് പ്രോഗ്രാം ചെയ്തു വിട്ടിരിക്കുന്ന ഒരു റോബോട്ടാണ്. Since then, Ricky decided to become a maximum efficiency boy. അന്ന് മുതൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്ന, മാക്സിമം സാധനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഒരു ആൺകുട്ടിയായി തീരുമെന്ന് റിക്കി തീരുമാനിച്ചു. He put real care into how he treated his things. അന്ന് മുതൽ അവന്റെ വസ്തുക്കളെല്ലാം വളരെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. ചിലരുണ്ട് ഒരു സാധനത്തിനും ഒരു കെയറും കൊടുക്കില്ല, അപ്പൊ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. എന്നാൽ ചില മനുഷ്യർ വളരെ കാലം ഒരു വസ്തുക്കളൊക്കെ കിട്ടിയാൽ അത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കും. അപ്പൊ റിക്കിയുടെ കാര്യത്തിൽ റിക്കിക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യത്തിൽ കൂടുതൽ ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ റിക്കി ഒന്നും സൂക്ഷിച്ചു വെച്ചിരുന്നില്ല. എന്നാൽ റോബോട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ താൻ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കുമെന്ന് തീരുമാനിച്ച് നല്ലൊരു കുട്ടിയാവാൻ തീരുമാനമെടുത്തു. He kept them tidy and made sure he didn't have more than what was necessary. അന്ന് മുതൽ തൻ്റെ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാനും ആവശ്യമുള്ളവയിൽ കൂടുതൽ ഒന്നും വാങ്ങാതിരിക്കാനും റിക്കി ശ്രദ്ധിച്ചു. അതിനു മുമ്പ് റിക്കി കാണുന്നത് എല്ലാ സാധനങ്ങളും വാങ്ങുമായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാൻ അന്ന് മുതൽ റിക്കി തീരുമാനമെടുത്തു. And he took a leaf out of Robot's book. With his pocket money, he began to help people and buy needful things for them. അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം കൂടി റോബോട്ടിൽ നിന്ന് റിക്കി പഠിച്ചു. തൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും റിക്കി തുടങ്ങി. ഈ സ്റ്റോറി എഴുതിയ പെട്രോ പാബ്ലോ സക്രിസ്റ്റാൻ സ്പെയിനിലാണ് ജനിച്ചത്. അദ്ദേഹം മാനേജ്മെന്റിൽ ഡിഗ്രി ഉള്ളയാളാണ്. എഡ്യൂക്കേഷനോടും ലിറ്ററേച്ചറിനോടും വളരെ താല്പര്യമുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ദ പെട്രോ ഫേബിൾ കളക്ഷൻ, അതൊരു ഓഡിയോ ബുക്കാണ്. അതുപോലെ തന്നെ ധാരാളം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ, ദ ട്രീ ആൻഡ് ദി വെജിറ്റബിൾസ്. ഇത്രയുള്ള ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. താങ്ക് യു.